മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം, ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. ദൈവത്തിന്റെ ഉടമ്പടി നിറയും വാഗ്ദാനത്തിൻ പേടകം, തിരുസാന്നിധ്യം കവിഞ്ഞു നിൽക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പുതിയ നിയമത്തിലെഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാനണയാമൊരു മനമാ. പുതിയ നിയമത്തിലെഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാനണയാമൊരു മനമാ. തിരുവചനത്തിനു മാംസം നൽകിയ മാതാവല്ലോ മറിയം, ദൈവം തന്നുടെ മക്കൾക്കേകിയ വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. ദൈവത്തിന്റെ മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം, ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. സെന്റ് മേരീസ് മീഡിയ മിനിസ്ട്രിയുടെ വാഗ്ദാന പേടകം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വചനം ശക്തവും വ്യക്തവും ആധികാരികവുമാണ്. വചനത്തിന്റെ നിറവ് സമൃദ്ധമായി ലഭിച്ച ദൈവശാസ്ത്ര പണ്ഡിതൻ, ലോകത്തിന് ദൈവം സമ്മാനമായി നൽകിയ വൈദികൻ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ് നമ്മോട് കൂടെ ഇന്നീ പ്രോഗ്രാമിലുള്ളത്. വിശുദ്ധ വാരത്തിലെ ദുഃഖവെള്ളിയുടെ സ്മരണയും ഉദ്ധാനത്തിന്റെ സന്ദേശവും പകർന്നു നൽകുന്ന ദിവ്യ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഇന്നീ പ്രോഗ്രാമിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് യേശുവിന്റെ ഉത്ഥാനം എന്താണ്, അത് നമുക്ക് മനുഷ്യവംശത്തിന് എന്ത് നേട്ടമാണ് നൽകിയത് എന്നതിനെക്കുറിച്ച് ചെറിയ തോതിൽ ധ്യാനിക്കാം. യേശുവിന്റെ ഉത്ഥാനം മനസ്സിലാക്കാൻ നമ്മൾ മനുഷ്യര് ആരാണ് എന്ന് ആദ്യം തിരിച്ചറിയണം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ മനുഷ്യനെക്കുറിച്ചുള്ള യേശുവിന്റെ നിർവചനമുണ്ട്. നിങ്ങൾ ദൈവങ്ങളാകുന്നുവെന്ന് ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവത്തിന്റെ ലോഗോസ് ആരിലേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു. ദൈവത്തിന്റെ ലോഗോസ് വചനമെന്ന് നമ്മൾ പരിഭാഷപ്പെടുത്തുന്നു. ഗ്രീക്ക് ഭാഷയിൽ ലോഗോസ്. ദൈവത്തിന്റെ ലോഗോസ് ആരിലേക്ക് വന്നുവോ അവരാണ് മനുഷ്യർ. ലോഗോസ് എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ,
ദൈവത്തിന്റെ യുക്തി അല്ലെങ്കിൽ ബുദ്ധി, ദൈവത്തിന്റെ സ്വാതന്ത്ര്യം, ദൈവത്തിന്റെ സ്നേഹം. ദൈവം തന്റെ യുക്തിയും ബുദ്ധിയും സ്വാതന്ത്ര്യവും സ്നേഹവും ഒരു ജീവിയുമായി പങ്കുവെക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ പങ്കുവെച്ച് കിട്ടി. ആർക്കാണോ കിട്ടിയത് അവരാണ് മനുഷ്യര്. അപ്പൊ ദൈവത്തിന്റെ ലോഗോസ് നമ്മിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ മനുഷ്യരായത്. നമുക്കൊന്ന് ഒരു ചോദ്യം ഒരു സാവകാശം നിർത്തി ഒന്ന് ചോദിച്ചു നോക്കുക. മനുഷ്യജീവനാണോ ജീവന്റെ അവസാന ഘട്ടം, അതോ മനുഷ്യജീവൻ അപ്പുറത്തേക്ക് ഒരു ജീവൻ കൂടി ഉണ്ടോ? ഇല്ല എന്ന് വിചാരിക്കുന്ന നിരീശ്വരന്മാരുണ്ട്. ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന അജ്ഞേയവാദികളുണ്ട്. നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിലെ 2 അനുഭവങ്ങൾ മാത്രം ഒന്ന് പരിശോധിക്കാം. അപ്പോൾ മനുഷ്യജീവൻ മരണത്തോട് അവസാനിക്കുന്നോ അതിനപ്പുറത്തൊരു ജീവൻ ഉണ്ടോ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഒരു ചോദ്യം. നമ്മളെല്ലാവരും മരിക്കുന്നു. എല്ലാവരും മരിക്കും നമുക്ക് അറിയുകയും ചെയ്യാം. എന്നാൽ ആരെങ്കിലും മരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരും മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, മരുന്ന് കഴിക്കുന്നു. ആർക്കും മരിക്കാൻ ഇഷ്ടമില്ല. ഒരാൾക്കും, ഈശ്വരവിശ്വാസിയാകട്ടെ നിരീശ്വരനാകട്ടെ, ആർക്കും മരിക്കാൻ ഇഷ്ടമില്ല. എന്തുകൊണ്ട്? ഏറ്റവും യുക്തിപരമായ ഉത്തരം ഇതാണ്: മരണത്തിന് അതീതമായ ജീവന് വേണ്ടി നമ്മൾ കൊതിക്കുന്നു. അമരത്വത്തിന് വേണ്ടി നമ്മൾ കൊതിക്കുന്നു. മരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. മരണത്തിന് അതീതമായ ജീവന് വേണ്ടി നമുക്ക് കൊതിയുണ്ട്. വേറൊരു അനുഭവം. ഈ ലോകത്ത് കിട്ടുന്ന എല്ലാ നല്ല സൗഭാഗ്യങ്ങളും നമുക്കുണ്ടെന്ന് കരുതുക. എല്ലാ സൗഭാഗ്യങ്ങളും, സുന്ദരിയും സുശീലയും ബഹുമാനമുള്ളവളുമായ ഭാര്യ, സുന്ദരനും ജോലിയുള്ളവനും ഹാർഡ് വർക്കിങ്ങും മക്കളെയും ഭാര്യയൊക്കെ സംരക്ഷിക്കുന്നവനായ ഭർത്താവ്, നല്ല ജോലി, ഇഷ്ടംപോലെ പണം, നല്ല കാറ്, നല്ല വീട്, ഭൂമി, നല്ല സ്കൂള്, നല്ല പള്ളി, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് കരുതുക. എങ്കിലും പൂർണ്ണ തൃപ്തി നമുക്കുണ്ടാകുമോ? ഇല്ല. കുറച്ചുകൂടി മെച്ചപ്പെട്ടത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ മോഹിക്കുന്നുണ്ട്. കുറച്ചുകൂടി മെച്ചപ്പെട്ടത്. ഈ ലോകത്തിലെ ഒരു സംഗതിയും പൂർണ്ണ തൃപ്തി നമുക്ക് നൽകുന്നില്ല. എന്തുകൊണ്ട്? കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ജീവന് വേണ്ടി നമ്മൾ ദാഹിക്കുന്നുണ്ട്. എല്ലാവരും, നിരീശ്വരനെന്നോ ഈശ്വരവിശ്വാസിയെന്നോ വ്യത്യാസം അവിടെയില്ല. ഈ മെച്ചപ്പെട്ട ജീവനെ യേശു വിളിച്ച പേരാണ് സമൃദ്ധമായ ജീവൻ. ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും, ആ ജീവനാകട്ടെ സമൃദ്ധമായ ജീവനാണ്, സമൃദ്ധമായ ജീവനുണ്ടാകാനുമാണ്. ജീവന്റെ സമൃദ്ധി, ജീവന്റെ നിറവ്, അത് നൽകാൻ വേണ്ടിയാണ് യേശു വന്നതെന്നാണ്. അപ്പൊ ഈ സമൃദ്ധമായ ജീവൻ, അതിന് മറ്റൊരു പേരാണ് നിത്യജീവൻ, മരണത്തിന് അതീതമായ ജീവൻ, അനശ്വര ജീവൻ. ഈ ജീവന്റെ ലക്ഷണം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ യേശു പറയാണ്, പിതാവായ ദൈവത്തെയും അവനയച്ച പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. അറിയുന്നത് എന്താണ്? അറിവ്. ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുക. നമ്മൾ പൂവെടുത്തു, ഒരു റോസാപ്പൂവ്. ഞാൻ ചോദിക്കുകയാണ്, ഈ പൂവിന് നിങ്ങൾക്കറിയാമോ? സാധാരണഗതിയിലും ഉത്തരം പറയും, അറിയാം. എന്താ അതിന്റെ പേര്? റോസ്. എന്താ അതിന്റെ കളറ്? ചുമപ്പ്. ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുക, എന്തതിന്റെ രുചി? അയ്യോ, അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. രുചി അറിഞ്ഞുകൂടാ. അപ്പൊ പൂവിനറിയാമോ? പൂവിനെ കുറിച്ച് ചിലതെല്ലാം അറിയാം, പൂവിനറിയില്ല. പൂവിനറിയണമെങ്കിൽ എന്ത് ചെയ്യണം? പൂവിനെ ഞാൻ ഭക്ഷിക്കണം. പൂവും ഞാനുമായിട്ട് ഒന്നാകണം. ഒന്നാകലാണ് അറിവ്. ഒന്നാകലാണ്. അപ്പോൾ ദൈവവുമായി ഒന്നാകുന്ന, ദൈവത്തിന്റെ പുത്രനുമായി ഒന്നാകുന്ന ആ അവസ്ഥയാണ് നിത്യജീവൻ. ഈ ഒന്നാകുന്ന അവസ്ഥ സംഭവിക്കണമെങ്കിൽ ഈ ലോഗോസിന്റെ പ്രവർത്തനം അവിടെയും വേണം. ലോഗോസ് നമ്മിലേക്ക് വന്നപ്പോഴാണ്, ദൈവത്തിന്റെ ശ്വാസം നമ്മിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ മനുഷ്യരായത്. എങ്കിൽ ആ ലോഗോസ് തന്നെ നമ്മിലേക്ക് വന്ന് ജീവന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മളെ കൈപ്പിടിച്ചുയർത്തണം. അതുകൊണ്ടാണ് ലോഗോസ്, വചനം, മാംസമായത്. ഈ ഭൂമിയിലേക്ക് അവൻ വന്നത്. നമ്മൾ ലോഗോസ് ആരിലേക്ക് വന്ന് അവരെ മനുഷ്യരാക്കിയോ ദൈവങ്ങളാക്കിയോ, അവരെ ജീവന്റെ അവസാന ഘട്ടത്തിലേക്ക്, സമൃദ്ധമായ ജീവനിലേക്ക്, നിത്യജീവനിലേക്ക്, അനശ്വര ജീവനിലേക്ക് കൈപ്പിടിച്ചുയർത്താനാണ്.
അങ്ങനെ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം ആദ്യത്തതും അവസാനത്തും തമ്മിലുണ്ട്. എന്താണ് വ്യത്യാസം? നമ്മൾ സ്വാതന്ത്ര്യമുള്ള ജീവികളായതുകൊണ്ട് ഭൂമിയിൽ വന്ന ലോഗോസ്, മാംസം ധരിച്ച വചനമായ യേശു, അവൻ നമ്മിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ഒരു അനുവാദം വേണം, നമ്മുടെ സമ്മതം വേണം. അതിനെ വിശ്വാസമെന്നും അനുസരണമെന്നും ബൈബിൾ വിളിക്കും. നമ്മിലേക്ക് യേശു വന്ന് നമ്മെ അവന്റെ സ്നേഹത്താൽ വലയം ചെയ്ത് ഈ മരണത്തിനതീതമായ ജീവനിലേക്ക് നമ്മൾ എടുത്തു വെക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ അവസാന ആ യാത്രയെക്കുറിച്ച് ഒരല്പം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ അവസാനമായി നീന്തിക്കിടക്കേണ്ട പുഴ മരണമെന്ന പുഴയാണ്. മരണമെന്ന പുഴ നീന്തിക്കിടക്കണമെങ്കിൽ നമുക്കൊരു ലൈഫ് ജാക്കറ്റ് വേണം. ആ ലൈഫ് ജാക്കറ്റാണ് സ്നേഹം. ഏതെങ്കിലും സ്നേഹമല്ല, ദൈവം തന്നെയായ സ്നേഹം. കാരണം എന്താണ്? മരണത്തെക്കാൾ ശക്തം സ്നേഹം മാത്രമാണ്. ജീവനേക്കാൾ ശക്തം മരണമാണ്, മരണത്തെക്കാൾ ശക്തം സ്നേഹമാണ്. ഈ സ്നേഹം നമ്മിലേക്ക് വരികയും ശാരീരികമായി മരിക്കുന്നതിന് മുമ്പ് ഈ സ്നേഹം നമ്മിലേക്ക് വരികയും നമ്മെ അവന്റെ സ്നേഹത്താൽ വലയം ചെയ്യുകയും ചെയ്താൽ നാം ശാരീരികമായി മരിക്കുമ്പോൾ ഈ മരണമെന്ന പുഴ നീന്തിക്കടന്ന് അക്കരയെത്താം. അക്കരയെത്തുന്ന ആ ഇടത്തെ പറയുന്ന പേരാണ് സ്വർഗം. നമ്മൾ പറയുന്ന നിത്യജീവൻ. ഈ സ്നേഹത്തിന്റെ ലൈഫ് ജാക്കറ്റ് നമ്മിൽ ശക്തമല്ലെങ്കിൽ ഈ മരണം എന്ന പുഴയിൽ നമ്മൾ വല്ലാതെ കൈകാലിട്ടടിക്കും. അക്കരെ എത്തുന്നില്ല, ആണ്ടാണ്ട് പോകുന്നുമില്ല. ആ അവസ്ഥയെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ശുദ്ധീകരണ സ്ഥലം, പർഗാറ്ററി. സ്നേഹമെന്ന ലൈഫ് ജാക്കറ്റ് നമ്മെ വലയം ചെയ്യുന്നില്ലെങ്കിൽ നാം ശാരീരികമായി മരിക്കുമ്പോൾ ഈ മരണമെന്ന പുഴയിൽ ആണ്ടാണ്ട് പോകും, രണ്ടാമത് മരിക്കും. ഈ രണ്ടാമത്തെ മരണത്തിനെ വെളിപാട് പുസ്തകം വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ മരണത്തിനെ ബൈബിൾ തന്നെ വിശേഷിപ്പിക്കുന്ന പേരാണ് നരകം. നമ്മൾ ശാരീരികമായി മരിക്കുന്നതിന് മുമ്പ് ദൈവമെന്ന സ്നേഹം നമ്മിലേക്ക് വന്ന് നമ്മെ സ്നേഹത്താൽ വലയം ചെയ്യപ്പെടണം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന പാലിക്കുക, എന്റെ കൽപ്പന പാലിക്കുന്നെങ്കിൽ ഞാനും പിതാവും വന്ന് വാസമുറപ്പിക്കും. ലോഗോസ് നമ്മിലേക്ക് വന്ന് നമ്മെ അവന്റെ സ്നേഹത്താൽ വലയം ചെയ്താൽ നാം മരിക്കുമ്പോൾ മരണത്തിനപ്പുറത്തേക്ക് ഈ സ്നേഹം കാലെടുത്ത് വെച്ചിരിക്കുന്നതിനാൽ മരണത്തിന്റെ എല്ലാ അധികാരങ്ങളും പരമാധികാരത്തെയും അത് നീക്കം ചെയ്തിട്ടുണ്ടാകും. ഇത് മനുഷ്യവംശത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോഗോസ് മാംസം ധരിച്ച് മനുഷ്യനായതും അങ്ങനെ നമ്മെ സ്നേഹത്താൽ വലയം ചെയ്ത് ജീവന്റെ അവസാനത്തെ ഘട്ടം അവൻ തുറന്നത് അവന്റെ മരണം കൊണ്ട്, മരണത്തിലൂടെ പുനരുത്ഥാനത്തിൽ കടന്നുകൊണ്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഉത്ഥാനം യേശുവിന്റെ വ്യക്തിപരമായ ഒരു നേട്ടമല്ല, മറിച്ച് എല്ലാ മനുഷ്യർക്കും വേണ്ടി ജീവന്റെ അവസാനത്തെ ഘട്ടം അവൻ തുറന്നതാണ്. ഇതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, മരിച്ചവർക്ക് ഉത്ഥാനമില്ലെങ്കിൽ യേശു ഉയർത്തിട്ടില്ല. യേശു ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. യേശു ഉയർത്തിട്ടുണ്ട്. അതിനാൽ അവൻ നമുക്ക് വേണ്ടി ജീവന്റെ അവസാനത്തെ ഘട്ടം തുറന്നിട്ടുണ്ട്. ഈ അവസാനത്തെ ഘട്ടം ജീവശാസ്ത്രപരമായ ഒരു ജീവനായിരിക്കില്ല. എന്താ കാര്യം? ജീവശാസ്ത്രപരമായ ജീവനാണെങ്കിൽ അതിന്റെ സ്വാഭാവിക അന്ത്യം മരണമാണ്. ജീവശാസ്ത്രപരമായ ജീവനെ കവച്ചു വെക്കുന്ന അനശ്വര ജീവൻ അത് അരൂപിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും സ്നേഹത്തിന്റെയും മണ്ഡലമായിരിക്കും, ജീവശാസ്ത്രപരമായ മണ്ഡലമായിരിക്കില്ല. ഇതുകൊണ്ടാണ് യേശുവിന്റെ ഉത്ഥാനവും ലാസറിന്റെയോ നായനിലെ വിധവയുടെ മകന്റെയോ അല്ലെങ്കിൽ ജായരസിന്റെ മകളുടെയോ പുനരുജ്ജീവനങ്ങൾ തമ്മിൽ വ്യത്യാസമായിരിക്കുന്നത്. ലാസർ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അവൻ തുണികളാൽ ബന്ധിക്കപ്പെട്ട് വന്നു. യേശു ഉത്ഥാനം ചെയ്തപ്പോൾ തുണിയെല്ലാം കല്ലറയിൽ ഉപേക്ഷിച്ചു. തുണി ആവശ്യമില്ലാത്ത അരൂപിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും സ്നേഹത്തിന്റെയും മണ്ഡലത്തിലേക്കാണ് യേശു കാലെടുത്ത് വെച്ചത്. നായനിലെ വിധവയുടെ മകനും ഈ ലോകത്തിലേക്കാണ് വന്നത്, ജായരസിന്റെ മകളും ഈ ലോകത്തിലേക്കാണ് വന്നത്. അവർ പിന്നീട് ജീവന്റെ നിയമം അനുസരിച്ച് മരിച്ചു, രണ്ടാമത് മരിച്ചു. യേശു ഈ ലോകത്തിലേക്കാണ് തിരിച്ചു വന്നിരുന്നതെങ്കിൽ ജീവശാസ്ത്രപരമായ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് വീണ്ടും മരിക്കേണ്ടി വന്നേനെ. അപ്പൊ യേശു ഈ ലോകത്തിലേക്കല്ല തിരിച്ചു വന്നത്, ജീവന്റെ പുതിയ ഒരു ഘട്ടത്തിലേക്ക്, പുതിയ ജനുസരുടെ ജീവിതത്തിലേക്ക്, ജീവനിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അത്
അതിനെയാണ് സ്വർഗം എന്ന് പറയണേ. അത് ജീവന്റെ ഒരു പുതിയ ഇടമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിന് ചേർന്ന ഇടവും ശാരീരികതയും, ബോഡിലിനെസ് അവൻ സൃഷ്ടിക്കുകയായിരുന്നു. അനശ്വര ജീവന് ചേർന്ന ഇടവും ശാരീരികതയും. ഇതുകൊണ്ടാണ് ശരീരത്തിന്റെ ഉയർപ്പിലും നാം വിശ്വസിക്കുന്നു എന്ന് പറയണേ. തേർട്ടുല്യൻ സഭാപിതാവ് പറയുന്നത് യേശുവിന്റെ ഉത്ഥാനത്തോടെ ആത്മാവിനും രക്തത്തിനും സ്വർഗത്തിൽ സ്ഥാനമുണ്ടെന്നാണ്. യേശുവിന്റെ ഉത്ഥാനം എന്ന് പറയുന്നത് അവനൊരു പ്രേതമായിട്ടോ ഭൂതമായിട്ടോ നിൽക്കുന്നതല്ല. പ്രേതം ഭൂതമൊക്കെ മരണത്തിന്റെ മേഖലയാണ്. ഇതാ യേശുവാകട്ടെ ജീവന്റെ മേഖലയിലാണ്. ഞാൻ ആവർത്തിക്കുന്നു, ജീവന്റെ പുതിയ ഘട്ടം. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രം എന്താ പറയുന്നത്? എൻ എവല്യൂഷണറി ലീപ്പ്, പരിണാമദിശയിലെ ഒരു കുതിച്ചുചാട്ടം. മൃഗത്തിൽ നിന്ന് മനുഷ്യനായത് എങ്ങനെ എന്ന് കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാൻ ശാസ്ത്രത്തിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ മിസ്സിംഗ് ലിങ്ക്, മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ചാട്ടം പറയുമ്പോൾ മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നത്. ഒരു കണ്ണി ഇതുവരെയും ശാസ്ത്രജ്ഞരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ലിങ്കാണ് യേശു അവതരിപ്പിച്ചത് യോഹന്നാൻ 10:34-35. ദൈവത്തിന്റെ ലോഗോസ് മൃഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മൃഗം മനുഷ്യനാകാൻ തുടങ്ങി. ഈ പരിണാമദിശയിലെ കുതിപ്പ് അവിടെ ഒരു സാവകാശമായി മാറ്റമല്ല. പരിണാമം സാവകാശമായ മാറ്റമാണ്. ഇവിടെ സാവകാശമായി മാറ്റമല്ല. ദൈവത്തിന്റെ ലോഗോസ്, ദൈവത്തിന്റെ ജീവൻ ഈ മൃഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ മൃഗം മനുഷ്യനാകാൻ തുടങ്ങിയെന്നാണ്. മനുഷ്യനാകാനുള്ള പുഴ നീന്തിക്കടന്നത് അപ്പോഴാണ്, ലോഗോസ് നമ്മിലേക്ക് പ്രവേശിച്ചപ്പോഴാണ്. ഇങ്ങനെ മനുഷ്യനാകാൻ തുടങ്ങിയ ജീവി ഈ മനുഷ്യ മനസ്സിൽ നിന്ന് ജീവൻ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതും ഈ ലോഗോസ് നമ്മിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെയാണ്. അങ്ങനെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ് ലോഗോസ് മാംസം ധരിച്ച് മനുഷ്യനായതും നമ്മെ സ്നേഹം കൊണ്ട് വലയം ചെയ്തതും അങ്ങനെ ജീവന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മെ പിടിച്ചുയർത്തിയതും. ചുരുക്കത്തിൽ ചരിത്രത്തെ വെട്ടിപ്പിളർന്ന് ചരിത്രത്തിന് അതീതമായതും ജീവശാസ്ത്രപരമായ ജീവൻ അതീതമായതുമായ ഒരു ജീവന്റെ മേഖലയിലേക്കാണ് യേശു കടന്നുപോയത്. അങ്ങനെ മരണത്തിന്റെ പരമാധികാരത്തെ തോൽപ്പിക്കാനും സ്വാതന്ത്ര്യത്തിന്റെയും സ്നേഹത്തിന്റെയും അരൂപിയുടെയും മണ്ഡലത്തിലേക്ക് നാം കാലെടുത്ത് വെക്കാനും അങ്ങനെ സമൃദ്ധമായ ജീവനിൽ, അനശ്വരമായ ജീവനിൽ നാം ജീവിക്കാനും വേണ്ടി. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ദൈവം നമ്മിലേക്ക് കാലെടുത്ത് വെച്ച്, ചുവടെടുത്ത് വെച്ച് അങ്ങനെ നമ്മെ സ്നേഹം കൊണ്ട് വലയം ചെയ്യുന്നു. ഇതിനെ ബൈബിൾ വേറൊരു വാക്കുകൾ കൊണ്ട് അവതരിപ്പിക്കാം. ഞാൻ ആദിയും അന്തവുമാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേയുള്ളവൻ, അതാണ് ആദി, ആൽഫ. ലോകാവസാനത്തിലും നിലനിൽക്കുന്നവൻ, ഒരിക്കലും ആരംഭമോ അവസാനമോ ഇല്ലാത്തവൻ എന്നൊരർത്ഥം അതിനുണ്ട്. എന്നാൽ വേറൊരർത്ഥമുണ്ട്. അനാദി മുതലേ നിലനിൽക്കുന്ന അവൻ ഏറ്റവും അവസാനത്തവനായിട്ടാണ് നമ്മിലേക്ക് വരുന്നത്. ദൈവം തന്നെ മനുഷ്യനായി നമ്മിലേക്ക് വരാന്ന് പറഞ്ഞാൽ ദൈവം എന്തുമാത്രം ചുരുങ്ങണം. നമ്മുടെ കാര്യത്തിൽ അത് കുറെ കൂടി സത്യമാകുകയാണ്. അവൻ നാമവുമായിട്ട് ഒന്നാകാൻ വേണ്ടി ഒരപ്പത്തിലേക്ക് ചുരുങ്ങാണ്. നമ്മെ സ്നേഹിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സ്നേഹമാണത്. അവൻ ഒന്നുമല്ലാതായി തീരുകയാണ്. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നവൻ എല്ലാം ശൂന്യവൽക്കരിച്ച് ആകൃതിയിൽ നമ്മെ പോലെ കാണപ്പെട്ട് ദാസനായി, അടിമയായി, അനുസരണമുള്ളവനായി മരണം വരെ, കുരിശുമരണം വരെ അവൻ ഇങ്ങനെ താഴോട്ട് പോകുകയാണ്. അവൻ ഏറ്റവും അവസാനത്തവനായിട്ട് വരികയാണ്. എല്ലാമായിരിക്കുന്നവൻ, അനാദി മുതലേ ഉള്ളവൻ, ആദ്യ മുതലേ ഉള്ളവൻ, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവൻ ഏറ്റവും അവസാനത്തെ അക്ഷരമായിട്ടാണ് നമ്മളിലേക്ക് വരണേ. അതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇത് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുക. പുറത്തേക്കുള്ള ഈ പോക്കിനെയാണ് സ്നേഹമെന്ന് പറയുന്നത്. ലവ് ഇസ് എൻ എക്സോഡസ്. പുറപ്പാടാണ് സ്നേഹം. ഒരു പുറപ്പാടാണ്. നമ്മിൽ നിന്നും പുറത്തേക്ക് പോകുന്നതാണ് സ്നേഹം. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴാണ് ദൈവം അകത്തേക്ക് കയറുക. നാം നമ്മുടെ സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞിരുന്നാൽ ദൈവത്തിന് അവിടെ പ്രവേശിക്കാൻ കഴിയില്ല. അവന്റെ സ്നേഹം കൊണ്ട് നമ്മൾ വലയം ചെയ്യാനും കഴിയില്ല. നമ്മൾ അവസാനത്തവനായിരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ആ പുറത്തേക്ക് പോവുക. ലവ് ഇസ് എൻ എക്സോഡസ്. നമ്മുടെ സ്വാർത്ഥതയെ വെട്ടിപ്പിളർന്ന്, ആ തടവറയെ വെട്ടിപ്പിളർന്ന് പുറത്തേക്ക് പോകുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. അതിനാൽ ലവ് ഇസ് എ പെയിൻഫുൾ എക്സോഡസ്. നൊമ്പരപ്പെട്ടുകൊണ്ടുള്ള പുറപ്പാടാണ് സ്നേഹം.
യേശു തന്റെ കുരിശിനെ അവതരിപ്പിച്ചതും ഇത്തരത്തിലാണ്. സ്ത്രീക്ക് പ്രസവവേദന വരുമ്പോൾ അവൾ വേദനയാൽ പുളയുന്നു. എന്നാൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ പിന്നീട് ആ വേദന അവൾ ഒരിക്കലും ഓർക്കുന്നില്ല. യേശു തന്റെ കുരിശിനെ അവതരിപ്പിക്കുന്ന വിധമാണിത്. സ്ത്രീയുടെ പ്രസവവേദന പോലെയാണ് കുരിശ്. കുഞ്ഞിന് ഗർഭപാത്രം പുറത്ത് വന്നേ പറ്റൂ. അതിനുവേണ്ടി ഗർഭപാത്രം പിളർക്കുകയാണ് കുഞ്ഞ്. അത് വേദനാജനകമാണ്. പക്ഷെ സ്ത്രീ ആ വേദന പിന്നീട് ഒരിക്കലും ഓർക്കുന്നില്ല. കാരണം അവിടെ ഒരു പുതിയ ജീവനുണ്ട്. ഇതുപോലെ സ്നേഹം ഒരു പുറപ്പാടാണ്. അത് സ്വാർത്ഥതയുടെ തടവറയെ വെട്ടിപ്പിളരുന്ന പുറപ്പാടാണ്. അതുകൊണ്ട് അത് വേദനാജനകമാണ്. വേദനാജനകമാണെങ്കിലും ആനന്ദദായകമാണ്. കാരണം സ്നേഹം ജീവനെ സൃഷ്ടിക്കുന്നു. സ്നേഹം ജീവനെ സൃഷ്ടിക്കുന്നു. ജീവനെ സൃഷ്ടിക്കാത്ത ഒരു സ്നേഹവും യഥാർത്ഥ സ്നേഹമല്ലാതിരിക്കുന്നതും ഇതുകൊണ്ടാണ്. കുരിശ് വേദനാജനകമായി കുരിശ്, പക്ഷെ അത് ആനന്ദദായകമായി കുരിശാണ്. കാരണം അത് ജീവനെ സൃഷ്ടിക്കുന്നു. ആ ജീവൻ ശിഷ്യന്മാരിൽ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് അവർ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്നത്. ആവർത്തിക്കട്ടെ, യേശുവിന്റെ വേർപാട് വിദൂര ഗ്രഹങ്ങളിലേക്കുള്ള ഒരു വിടവാങ്ങലായിരുന്നില്ല. മറിച്ച് അവരിലേക്ക് തന്നെ ഉള്ള ഒരു തിരിച്ചുവരവായിരുന്നു. ആത്മാവായി തിരിച്ചു വന്നു. ആത്മാവിന്റെ സാന്നിധ്യമുള്ളവർ എപ്പോഴും ആനന്ദം അനുഭവിക്കുന്നു. തുള്ളിച്ചാടി ദേവാലയത്തിൽ സ്തുതിക്കുന്നു. കുരിശിനെ കുറിച്ച് ഒരല്പം കൂടി ആഴത്തിൽ നാം ചിന്തിച്ചാൽ ഉത്ഥാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ബൈബിളിലെ വെളിപാട് കുറെ കൂടി വ്യക്തമാകും. എന്താണ് കുരിശ്? കുരിശിനെ പഠിക്കാൻ 2 തിരുവചനങ്ങൾ നാം ഒരുമിച്ച് പഠിക്കേണ്ടതുണ്ട്. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവന് വെളിപ്പെടുത്തിയത്. ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതൻ. ആ വാക്യന്റെ മൗലിക ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ നോക്കുകയാണെങ്കിൽ ദൈവം തന്നെയായ ഏകജാതൻ പിതാവിന്റെ മടിയിൽ എപ്പോഴും ഇരിക്കുകയാണ്. ഒരു ഘട്ടത്തിലും ആ ദൈവത്തിന്റെ മടിത്തട്ട് അവൻ ഉപേക്ഷിക്കുന്നില്ല. കുരിശിൽ കിടക്കുമ്പോഴും പുത്രനായ ദൈവം പിതാവായ ദൈവത്തിന്റെ മടിത്തട്ട് ഉപേക്ഷിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ തൃത്വത്തിന്റെ രഹസ്യത്തിൽ നിന്ന് പുത്രനായ ദൈവം ഒരു ഘട്ടത്തിലും പുറത്തു വരുന്നില്ല. പരിശുദ്ധ തൃത്വത്തിന്റെ മടിത്തട്ട് ഉപേക്ഷിക്കാതെ അവൻ കുരിശിൽ കിടക്കുകയാണ്. പക്ഷെ അപ്പോൾ നമ്മൾ കുരിശിൽ നിന്ന് വേറൊരു വചനം കേൾക്കുന്നു. വൈരുദ്ധ്യമെന്ന് തോന്നുന്നൊരു വചനം. മർക്കോസ് 15:34. അവൻ ഉച്ചത്തിൽ കൂവി അലമുറയിട്ട് കരഞ്ഞു, എലോയ് എലോയ് ലമ്മ സബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? എങ്ങനെ യേശുവിന് ഇത് പറയാൻ കഴിയും? ദൈവത്തിന്റെ മടിത്തൊട്ട് ഉപേക്ഷിക്കാത്ത യേശുവിന്, പരിശുദ്ധ തൃത്വത്തിന്റെ ആ രഹസ്യത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാത്ത ദൈവത്തിന് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയും? അത് മനസ്സിലാക്കണമെങ്കിൽ കുരിശിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ മടിത്തൊട്ട് ഉപേക്ഷിക്കാതെ ദൈവമായവൻ, ദൈവം തന്നെയായ ഏകജാതൻ, ദൈവത്തിന് ഏറ്റവും അകലെ നിൽക്കുന്നവരിലേക്ക് എത്തി നിൽക്കുകയാണ്. ആരാണ് ദൈവത്തിന് ഏറ്റവും അകലെ നിൽക്കേണ്ടവര്? ദൈവം തങ്ങൾ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുന്നവര്. ദൈവം ആരെയും ഉപേക്ഷിക്കുന്നില്ല. പക്ഷെ ചില മനുഷ്യർ വിചാരിക്കുന്നു ദൈവം തങ്ങളെ ഉപേക്ഷിച്ചു. അവരാണ് ഏറ്റവും ദൂരം നിൽക്കുന്നത്. അപ്പോൾ യേശു പരിശുദ്ധ തൃത്വത്തിന്റെ മടിത്തട്ട് ഉപേക്ഷിക്കാതെ ഇങ്ങനെ ദൈവത്തിന് അകലെ നിൽക്കുന്നവരിലേക്ക്, എല്ലാ മനുഷ്യരിലേക്കും അവൻ എത്തി നിൽക്കുകയാണ്. അവൻ അവരെ ആലിംഗനം ചെയ്യാണ്. എന്നിട്ട് അവരുമായി ഒന്നാകാണ്. ഒന്നായി കഴിഞ്ഞിട്ട് അവര് ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം പുത്രൻ ചോദിക്കുകയാണ്, എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് പുറത്തു വരാതെ മനുഷ്യരോടുള്ള സ്നേഹത്തിലേക്ക് എത്തി നിൽക്കാൻ വേണ്ടി അവൻ ഈ 2 സ്നേഹങ്ങൾ അവനെ പിടിച്ചു വലിക്കുകയാണ്. 2 സ്നേഹങ്ങൾ പിടിച്ചു വലിക്കുമ്പോൾ അവന്റെ ശരീരം പിളരും, 2ആയി പിളരും. ആ പിളർപ്പിനെയാണ് കുരിശെന്ന് പറയണേ. സ്നേഹത്തിന്റെ പിളർപ്പാണ് കുരിശ്. 2 സ്നേഹങ്ങൾ അവനെ വലിച്ചു നീട്ടുകയാണ്. ആ പിളർപ്പാണ് നാം അവന്റെ ശരീരത്തിൽ കാണുന്ന ആ തിരുമുറിവുകളിൽ ഒന്ന്. സ്നേഹത്തിന്റെ മുറിവ് എന്ന് നമ്മൾ പറയുന്നതാണ്. പിതാവിന്റെ സ്നേഹം ഉപേക്ഷിക്കാതെ മനുഷ്യരിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ 2 സ്നേഹവും തമ്മിൽ അവനെ പിടിച്ചു വലിക്കുകയാണ്. അങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ അവന്റെ ശരീരം പിളരുന്നു. നാം ഓർക്കണം, ആ മുറിവ് ഒരിക്കലും കൂടിയില്ല, അത് പിളർന്നു തന്നെ കിടക്കുകയാണ്.
എപ്പോഴും തുറന്നു കിടക്കുകയാണ്. ഈ സ്നേഹത്തിന്റെ പിളർപ്പിനെ റപ്ചർ ഓഫ് ലവ്, കുരിശെന്ന് വിളിക്കുന്നു. ആവർത്തിക്കട്ടെ, സ്നേഹത്തിന്റെ പിളർപ്പാണ് കുരിശ്. വാസ്തവത്തിൽ ഇത് നമ്മെ ഓരോരുത്തരെയും ബാധിക്കുന്നതാണ്. അവൻ നമ്മെ സ്നേഹിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുകയാണ്. യോഹന്നാൻ 13:1. അവൻ സ്വന്തമായുള്ളവരെ അറിഞ്ഞു, അവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. വേണമെങ്കിൽ ഇങ്ങനെ കൂടി പറയാം, സ്നേഹത്തിന് അവസാനം വരെ. സ്നേഹത്തിന് അവസാനമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. പിന്നെ അതെങ്ങനെ മനസ്സിലാക്കേണ്ടത്? അറിഞ്ഞവരെ, സ്വന്തപ്പെട്ടവരെ സ്നേഹിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോയി എന്നാണ് എന്റെ അർത്ഥം. ഏതറ്റം വരെയും പോകും. സ്വന്തമായുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആ സ്നേഹമാണ് വാസ്തവത്തിൽ ഉത്ഥാനം. സ്നേഹം മരണത്തെക്കാൾ ശക്തം. താൻ സ്നേഹിക്കുന്നവരെ, തനിക്ക് സ്വന്തമായുള്ളവരെ തന്റെ ശബ്ദത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഏതറ്റം വരെയും പോയി മനുഷ്യനായി, അടിമയായി മരണം വരിച്ച് ആ മരണത്തിലൂടെ മരണത്തിന്റെ പരമാധികാരത്തെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് ഉത്ഥാനം ചെയ്തു. അങ്ങനെ അവൻ അവന് വേണ്ടി മാത്രമല്ല, അവനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും ജീവന്റെ അവസാന ഘട്ടത്തിലേക്ക്, ഈ പറഞ്ഞ പരിണാമദിശയിലെ അവസാന കുതിപ്പിലേക്ക് കാലെടുത്ത് വെക്കാൻ അവസരം നൽകി. ഞാൻ പറഞ്ഞ വചനത്തിൽ ഒരു വാക്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലാകും. അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക്, ആ ബന്ധപ്പെട്ടിരിക്കുന്നതിനെ പറയുന്ന പേരാണ് വിശ്വാസം. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമാകുന്ന വിശ്വാസമെന്ന് ഗലാത്യ ലേഖനത്തിൽ 5:6 പൗലോസ് പറയും. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമാകുന്ന വിശ്വാസം. ഈ സ്നേഹത്തിന്റെ പിളർപ്പ്, കുരിശ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു നോക്കുക. മാതാപിതാക്കളെ സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണം. രണ്ട് സ്നേഹങ്ങൾ നമ്മൾ പിടിച്ചു വലിക്കുകയാണ്. അപ്പോൾ സ്നേഹത്തിന്റെ പിളർപ്പ് നമ്മൾ അനുഭവിക്കുന്നു. അത് സന്തോഷത്തോടെയാണെങ്കിൽ കുരിശ് നമ്മൾ ജീവിക്കുകയാണ്. ഭർത്താവിനെ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം. രണ്ട് സ്നേഹങ്ങൾ നമ്മൾ പിടിച്ചു വലിക്കുകയാണ്. നമ്മുടെ ശരീരം പിളരുകയാണ്. അത് സന്തോഷത്തോടെയാകുമ്പോൾ ഈ കുരിശിന്റെ ആനന്ദത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. നാം യേശുവിനോടൊത്ത് ഈ ഉത്ഥാനത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. സഭയെ സ്നേഹിക്കണം, അതേസമയം ലോകത്തിന്റെ ആകർഷണങ്ങൾ, പോകാതെ ലോകത്തിലായിരുന്നു കൊണ്ട് സഭയുടെ സന്ദേശം അവർക്ക് കൊടുക്കാൻ കഴിയാം. ഇതൊരു പിളർപ്പാണ്. ആ പിളർപ്പ് സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിച്ചാൽ അപ്പോഴും നമ്മൾ കുരിശിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കുരിശിലൂടെ ഉത്ഥാനത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. വിശ്വാസിയല്ലാത്തൊരു ഭർത്താവ്, എന്നാൽ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഭാര്യ, രണ്ട് സ്നേഹങ്ങൾ നമ്മൾ പിടിച്ചു വലിക്കുകയാണ്. ഭർത്താവിനെ ഉപേക്ഷിക്കാൻ വയ്യ, കർത്താവിനെ ഉപേക്ഷിക്കാൻ വയ്യ. ഈ രണ്ട് സ്നേഹങ്ങൾ നമ്മൾ പിടിച്ചു വലിക്കുമ്പോൾ, അത് ആനന്ദത്തോടെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, കർത്താവിന്റെ കുരിശിലൂടെ, സ്നേഹത്തിന്റെ പിളർപ്പിലൂടെ ഉത്ഥാനത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുകയാണ്. നാം പുനരുത്ഥാനം